ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗറിൽ നോക്കുക, ഒരു റൈറ്റ് ട്രയാങ്കിളും പിന്നെ ഒരു സ്ക്വയറാണ് ഉള്ളത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 3.5 സെൻറ്റിമീറ്ററും ബേസ് 1.5 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഒരു സൈഡ് എ എന്ന് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ ആയിരിക്കും ഈ സ്ക്വയറിൻ്റെ ഏരിയ. ലെങ്ത് ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ സ്ക്വയർ ആയിരിക്കും ഈ സ്ക്വയറിൻ്റെ ഏരിയ. ചെയ്ത് നോക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിനെ നമുക്ക് എ എന്ന് വിചാരിക്കാം. എ തന്നെയാണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ്. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. അതായത് ഹൈറ്റ്, ട്രയാങ്കിളിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ്. അപ്പോൾ ഈക്വൽ ടു 3.5ൻ്റെ സ്ക്വയർ 12.25 മൈനസ് 1.5ൻ്റെ സ്ക്വയർ 2.25 ഈക്വൽ ടു അത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ഈക്വൽ ടു √10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് √10 സെൻറ്റിമീറ്റർ ആണ്. ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു അത് എ സ്ക്വയർ ആണ്, ഈക്വൽ ടു √10ൻ്റെ സ്ക്വയർ ഈക്വൽ ടു അത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. തന്നിരിക്കുന്ന പിക്ചേഴ്സിനകത്തു നിന്നും ഇവിടെ 3 പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും നേരത്തെ ചെയ്ത പോലെ തന്നെ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. സ്ക്വയറിൻ്റെ വശങ്ങളുടെ നീളങ്ങളും അതുപോലെ ആ സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാം. ഇവിടെ ഒന്നാമത്തെ പിക്ചറിൽ നോക്കുക. ഇവിടെ 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്. അപ്പോൾ ഈ ലെന്ത്, അതായത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു അത് √1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും ആ ഈ സൈഡിൻ്റെ ലെന്ത്. ഈക്വൽ ടു √1 + 1 ഈക്വൽ ടു √2 ആയിരിക്കും. നമ്മൾ പൈതഗോറസ് തിയറം ആണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഈ സൈഡിൻ്റെ ലെന്ത് √2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ സൈഡ്, സ്ക്വയറിൻ്റെ ഒരു സൈഡ്, അപ്പോൾ അത് ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് തന്നെയാണ്. സ്ക്വയറിൻ്റെ ഈ സൈഡ് നമുക്ക് എ എന്ന് വിചാരിക്കാം. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു √2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും. ഈക്വൽ ടു √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ഈസ് ഈക്വൽ ടു √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഏരിയ ഓഫ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് √3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഈ സൈഡ് ഇവിടെ പടത്തിൽ നോക്കുക, √3 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ സൈഡ്. അപ്പോൾ അതിൻ്റെ ഏരിയ ഈക്വൽ ടു അത് എ സ്ക്വയർ ആണ്, ഈക്വൽ ടു √3യുടെ സ്ക്വയർ ആണ്, ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കുക. അപ്പോൾ ഇവിടെ ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, മട്ടത്രികോണമാണ്. അപ്പോൾ ഇതിൻ്റെ 1 മീറ്ററും 1 മീറ്ററാണ്. അപ്പോൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് √2 കിട്ടും. ഇനി ഇവിടെ √2ഉം ഇവിടെ 1ഉം ആണ്. അപ്പോൾ ഇവിടെ √3 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്ക് √3ഉം 1ഉം ആണ്, അതായത് ഈ സൈഡ് നമുക്ക് എ എന്ന് വിചാരിച്ചാൽ, അപ്പോൾ എ ഈക്വൽ ടു √ഓഫ് എ തന്നെ എടുക്കുന്നു. നമ്മൾ എ സ്ക്വയറിന് എടുക്കുന്നില്ല, √ഓഫ് എടുത്താൽ പൈതഗോറസ് തിയറം തന്നെ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് √3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √ഓഫ് 1 സ്ക്വയർ 1 പ്ലസ് √3 സ്ക്വയർ 3 ഈക്വൽ ടു √4. അത് ഈക്വൽ ടു 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ
സ്ക്വയറിൻ്റെ ഒരു സൈഡ് അത് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ സ്ക്വയറിൻ്റെ സൈഡ് കാണാൻ വേണ്ടി സൈഡ് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി, സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ ഈക്വൽ ടു അത് എ സ്ക്വയർ ആണ്, ഈക്വൽ ടു അത് 2ൻ്റെ സ്ക്വയർ ആണ്, 2 സ്ക്വയർ ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഇവിടെ താഴെ മൂന്നാമത്തെ പിക്ചർ നോക്കാം. ഇവിടെ 1 ഒരു ശ്രദ്ധിക്കുക, ഇതെല്ലാം മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഞാനെല്ലാം സെൻറ്റിമീറ്റർ എന്നാണ് എഴുതിയത്, ശ്രദ്ധിച്ചോ. ഇവിടെ എല്ലാം സെൻറ്റിമീറ്റർ അല്ല, ഇതെല്ലാം മീറ്ററിലാണ്. ഞാൻ ശ്രദ്ധിക്കാതെയാണ് സെൻറ്റിമീറ്റർ എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ 1 മീറ്ററും 1 മീറ്ററുമാണ്. അപ്പോൾ ഇവിടെ √2, ഇവിടെ √2ഉം 1 മീറ്ററുമാണ്, ഇവിടെ √3. ഇനി ഇവിടെ √3യും 1ഉമാണ്. √3യും 1ഉം മൊത്തം നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു 2 മീറ്ററാണ്. ഇനി നമുക്കിവിടെ സ്ക്വയറിൻ്റെ സൈഡ് വേണം, എ എന്ന് തന്നെ എടുക്കാം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു √, ഒരു സൈഡ് 2 മീറ്റർ ആണ്. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √2 സ്ക്വയർ 4 ആണ്, 4 പ്ലസ് 1 ഈക്വൽ ടു √5. ഇവിടെ എ ഒരു സൈഡ്, സ്ക്വയറിൻ്റെ ഒരു സൈഡ് എ ഈസ് ഈക്വൽ ടു √5 മീറ്റർ ആണ്. കുറച്ച് ശ്രദ്ധിക്കുക, കഴിഞ്ഞ കണക്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടുത്തെ അളവ് നിൽക്കുന്നത് മീറ്ററിലാണ്. അപ്പോൾ എല്ലാ അളവും മീറ്ററിലായിരിക്കും, ഏരിയ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ഈ 2 പിക്ചറിൽ എഴുതി സെൻറ്റിമീറ്റർ എന്നായിരുന്നു എഴുതിയത്, മാറിപ്പോകരുത്, മീറ്ററിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ, ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ ആണ്, അത് ഈക്വൽ ടു √5ൻ്റെ സ്ക്വയർ ആണ്, ഈക്വൽ ടു 5 മീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടും. ഇതിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. അപ്പോൾ √2നേക്കാളും വലുതും √3നേക്കാളും ചെറുതുമായിട്ടുള്ള 3 ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ √2ൻ്റെ √3യുടെ വാല്യൂ എഴുതാം. √2 ഈക്വൽ ടു 1.414 ആണ്. അതുപോലെ √3 ഈക്വൽ ടു 1.732 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫ്രാക്ഷൻസ്, ഇത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഫ്രാക്ഷൻസ് കാണാൻ വേണ്ടി നമുക്ക് ഇനി ആദ്യം ഡെസിമൽ ഫോമിലേക്ക് എഴുതാം. നമ്മുടെ ഫ്രാക്ഷൻസ് ഡെസിമൽ ഫോമിൽ എഴുതുമ്പോൾ 1.414നേക്കാളും തൊട്ട് വലുത്, അതിനെ നമുക്ക് ഒരെണ്ണം 1.42 എന്ന് എഴുതാം. രണ്ടാമത്തത് 1.5 എന്ന് എഴുതാം. 1.7നേക്കാളും കൂടി പോകരുത്. മൂന്നാമത്തത് 1.6 എന്ന് എടുത്തു. ഇനി നമുക്കിതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഒന്നാമത്തെ 1.42 ഈക്വൽ ടു, നമുക്ക് ഈ ഡെസിമൽ മാറ്റാൻ വേണ്ടി നമുക്ക് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1.42 എന്ന് പറയുന്നത് 142 ഡിവൈഡ് ബൈ 100 ആണ്. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് ആണ് ഇങ്ങോട്ട് മാറി 1.42 എന്നാവും. അല്ലെങ്കിൽ 1.42ൻ്റെ മുകളിലും താഴെയും 100 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കും. അല്ല, 1.42നെ 100 കൊണ്ട് 100 ഡിവൈഡ് ബൈ 100 എന്നെടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡെസിമൽ ഫോമിൽ മാറ്റാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. 142 ഡിവൈഡ് ബൈ 100 ആണ് 1.42. അപ്പോൾ നമുക്ക് 142/100 എന്ന് കിട്ടി. അതിനെ കുറച്ചുകൂടെ നമുക്ക് ചെറുതാക്കാം. ഈക്വൽ ടു 71/50 നൽകി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫ്രാക്ഷൻ കിട്ടി. ഈ 71/50 എന്നുള്ള ഈ ഫ്രാക്ഷൻ, അതിൻ്റെ വാല്യൂ 1.42 ആണ്. അത് 1.414നേക്കാളും വലുതാണ്. അപ്പോൾ √2നേക്കാളും വലുതാണ്. അതുപോലെ 1.732നേക്കാളും ചെറുതാണ്, √3യേക്കാളും ചെറുതാണ്. ഇനി രണ്ടാമത്തത് നമ്മുടെ 1.5 ആണ്. 1.5 ഈക്വൽ ടു, ഇവിടെ ഒരു പോയിന്റ് സ്ഥാനം ഡെസിമൽ പ്ലേസ് ഒന്നേ ഉള്ളൂ, പിന്നെ നമുക്ക് 10 കൊണ്ട് ഇവിടെ മതി. അപ്പോൾ അത് 15/10 ആണ്. ഈക്വൽ ടു, അതിനെ ചെറുതാക്കിയാൽ നമുക്ക് 5 കൊണ്ട് ചെറുതാക്കാം. അപ്പോൾ 3/2, 3/2 എന്ന ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ ഫ്രാക്ഷൻസ്, അപ്പോൾ 1.6 ആണ്. 1.6 ഇതിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 16/10 എന്ന് കിട്ടും. ഈക്വൽ ടു 2 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 8/5 എന്ന് കിട്ടി. നമുക്ക് 3 ഫ്രാക്ഷൻസ് വേണം. നമ്മൾ ചെയ്തത് ആ 3 ഫ്രാക്ഷനെയും
ഡയറക്റ്റ് ഫ്രാക്ഷനായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഈ റൂട്ട് 2നും റൂട്ട് 3ക്കും ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂ എടുത്താൽ മതി. ഇത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. 1.414നും 1.732നും ഇടയിലുള്ള അത് ഡെസിമലായിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ 3 ഡെസിമൽസ് എഴുതി വെച്ചു. ഇനി ആ ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷനാക്കി മാറ്റി, ഇത് ഭിന്നസംഖ്യ ആക്കി മാറ്റി. 1.42 ആണ് നമ്മൾ ആദ്യം എടുത്തത്. അപ്പോൾ 1.42നെ 2 പോയിന്റ് സ്ഥാനം ഡെസിമൽ പ്ലേസ് 2 ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി. ഇനി നമ്മളൊന്ന് ചെറുതാക്കി എഴുതി മാത്രം. അതുപോലെ 1.5നെ അപ്പോൾ 1 പോയിന്റ് സ്ഥാനം ഉള്ളതുകൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് ചെറുതാക്കി. അതുപോലെ 1.6ൽ 1 പോയിന്റ് സ്ഥാനമേ ഉള്ളൂ, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ചെറുതാക്കി. അപ്പോൾ 71/50, 3/2, 8/5 എന്നിങ്ങനെ നമുക്ക് 3 ഫ്രാക്ഷൻസ് കിട്ടി. ഈ 3 ഫ്രാക്ഷനും റൂട്ട് 2നും റൂട്ട് 3ക്കും ഇടയിലുള്ളതായിരിക്കും.